അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ആലപ്പി അൻസാരി ഉസ്താദ് എന്ന് പറയുന്ന പണ്ഡിതനെ അറിയാത്തവർ കേരളത്തിലും പുറത്തും വളരെ കുറവായിരിക്കും. അദ്ദേഹത്തെ ലക്ഷക്കണക്കിന് ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. കാരണം അദ്ദേഹം നല്ല ഒരു അവതാരകനാണ്. ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ വിശാലമായ കാര്യങ്ങൾ നർമ്മം കലർന്ന രൂപത്തിൽ അവതരിപ്പിച്ചു തരുന്ന ഒരു പണ്ഡിതനും കൂടെയാണ് അദ്ദേഹം. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം സാന്ത്വന പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം നിലനിൽക്കുന്ന മതത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി ഇടപെടുന്ന നിലപാടുകളുള്ളൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൂടെ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം തുടങ്ങിയതല്ല, മുമ്പേ ഉണ്ട്. ഏതായാലും ഇപ്പം ഒന്നും കൂടെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം മുസ്ലിം സ്ത്രീകളായ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചില വീഡിയോ ചെയ്തു. അതിൻ്റെ പേരിൽ അവരെ സഹായിക്കാൻ ധാരാളം ആളുകൾ വന്നു. അതുപോലെ മുമ്പും അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ചെയ്യും, അതുപോലെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്താറുണ്ട്. ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇപ്പോൾ ആ കുട്ടികളെ സഹായിക്കാൻ മുൻപന്തിയിൽ വന്നു വരികയും സഹായിക്കാൻ ആളുകൾ തയ്യാറാവുകയും ചെയ്തപ്പോൾ ചില ആളുകളൊക്കെ അവിടെയും ഇവിടെ ഇരുന്നു കൊണ്ട് അവരിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടാൻ തുടങ്ങി, വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി. നമ്മളൊക്കെ കരുതിയിരുന്ന ചില പ്രധാനപ്പെട്ട വലിയ മഹത്വമുള്ള കസേരകളിൽ ഇരുന്ന ചില ആളുകൾക്ക് വിവരമില്ല എന്നുള്ളത് അറിയാൻ സാധിച്ചത് അവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ്. അവർക്ക് ഇത്രത്തോളം വിവരമുണ്ടായിരുന്നോ എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിച്ചു പോയത്. ഏതായാലും ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ചില ആളുകൾ ഫേസ്ബുക്കിലൂടെ നിരന്തരം എഴുതുന്നു. നായികക്ക് 40 വട്ടം എഴുതുന്നുണ്ട് ജിഹാദി, അതുപോലെ തന്നെ തീവ്രവാദി, ഭീകരവാദി, മതരാഷ്ട്രവാദി എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം രൂപത്തിൽ തേജോവധം ചെയ്യാൻ പറ്റുക രൂപത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ പറയുന്നത് എന്താണ്? എന്തിനാണ് ഒരു ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി അവരിങ്ങനെ പാടുപെടുന്നത്? അവരെ സ്ത്രീയിലേക്ക് കൊണ്ടുപോകാനും മതം മാറ്റാൻ, അവരെ മതത്തിലേക്ക് കൊണ്ടുവരാൻ, ഇതൊക്കെ പറഞ്ഞിങ്ങനെ വലിയ വായി സംസാരിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെ മതത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾക്കൊന്ന് സഹായിച്ചുകൂടെ? അപ്പൊ അവർ ചോദിക്കും, അല്ല നിങ്ങളെന്താ മുസ്ലിങ്ങളെ കാര്യത്തിൽ ഇത്ര ഒരു വലിയൊരു ഒരു ആവേശമൊന്നുമില്ലല്ലോ? ഞങ്ങൾ പറയുന്നു, തുറന്നു പറയുന്നു, ഞങ്ങൾക്ക് മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു ബേജാറും ഇല്ല. കാരണം എന്താണെന്നറിയോ? ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഊണിലും ഉറക്കിലും കിടപ്പിലും ഇരുത്തത്തിലും ഏത് സമയത്തും അവര് മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം ആലോചിക്കുന്ന ആളുകളാ. കോടതിയിലാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനം ഇതിനു വേണ്ടി മാത്രം ആഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാർ നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാ നമ്മളെ സ്ത്രീകളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും എല്ലാം ഇവിടെ കൊടുക്കാൻ സർക്കാർ ഉണ്ടല്ലോ. ഈ പാവപ്പെട്ട ഹൈന്ദവരായ സ്ത്രീകളും ക്രൈസ്തവരായ സ്ത്രീകൾക്കും ഇതൊന്നും കൊടുക്കാൻ ആളുകളില്ല. അപ്പൊ അവർക്ക് നമ്മളെ പോലത്തെ സാധുക്കളായ ഉസ്താദുമാർ അല്ലെങ്കിൽ പണ്ഡിതന്മാര്, അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകർ, സാന്ത്വന പ്രവർത്തകർ, അവര് ചെയ്തു കൊടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാകും. നിങ്ങളിതെല്ലാം ഏറ്റെടുത്ത് നല്ലൊരു ശാന്തസുന്ദരമായൊരു രാജ്യം നിങ്ങൾ പടുത്തുയർത്ത്. അപ്പൊ എന്തൊരു സന്തോഷമായിരിക്കും. നിങ്ങളെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാവട്ടെ. അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ